സെറ്റ് പടം ഒന്നും പറയില്ല, സീന് പടം. എന്റെ രക്തം നോക്കണം, സീന് ഒന്നും പറയില്ല. കണ്ട് നല്ല ഇഷ്ടപ്പെട്ടു. അടുത്ത പാർട്ട് 2 വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. സീന് പടം അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ധൈര്യം കൊണ്ട്. അങ്ങനെയൊന്നുമില്ല, സിനിമയല്ലേ. പടം ഒരു രക്ഷയില്ല, കണ്ടിരിക്കേണ്ട പടമാണ്. അങ്ങനെയൊന്നുമില്ല, എങ്ങനെ വന്നാലും അടിപൊളിയാണ് പടം തീർച്ചയായിട്ടും. കാരണം പുഷ്പയൊക്കെ 400 കോടി എടുത്തിട്ട് ഒന്നും കാണിക്കാത്ത നമ്മളെ ബോളിവുഡ് ഇവിടെ 30 കോടി വെച്ച് അടിപൊളി പടം എടുത്തിരിക്കണം. അപ്പൊ പറയാതിരിക്കാൻ രക്ഷയില്ല. ഇങ്ങനെയുള്ള ഒരു വയലൻസ് സിനിമ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ ഇന്ത്യയിൽ ഉണ്ടായിട്ട് സംശയമില്ല. പക്ഷെ ഗംഭീര പടം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ഗംഭീര പെർഫോമൻസ്. വില്ലനായിട്ട് വന്ന പുള്ളി എല്ലാവരും ഗംഭീര പെർഫോമൻസ്. സൂപ്പർ. വയലൻസ്, ഫുൾ വയലൻസ്. രക്ഷയില്ല. വയലൻസ് അറ്റ് പീക്ക്. വയലൻസ് ഫുൾ ബ്ലഡിന്റെ കളിയാണ്. മേലെ വരും എനിക്ക് തോന്നുന്നില്ല. അത്രക്കും വയലൻസ് കുട്ടികൾക്കൊന്നും അധികം കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബ്ലർ ചെയ്തിട്ടല്ലേ, സീൻ ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും OTT വരും. അത്രക്കും വയലൻസ് ഒരു രക്ഷയില്ല. വരാൻ പറ്റില്ല. എല്ലാവരും പകുതി ആൾക്കാരൊക്കെ ഞങ്ങൾ വന്നവരൊക്കെ കണ്ണൊത്തിച്ചാണ് പലരും കണ്ടത്. ഞാൻ തന്നെ പകുതി കണ്ണൊത്തിരി കണ്ടത്. എന്നാലും അടിപൊളി, ഒരു രക്ഷയില്ല. സൗണ്ട് എഫക്റ്റ്, പ്രത്യേകിച്ച് ഈ തിയേറ്ററിൽ സൗണ്ട് എഫക്റ്റ് അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ തന്നെ കാണാം. അടിപൊളി, ഒരു രക്ഷയില്ല. ഇഷ്ടപ്പെട്ടത് ഫൈറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഉണ്ണിമേനന്റെ വളരെ കൊടൂരമായ ഒരു പടമായിരുന്നു. കുഞ്ഞു പിള്ളേർക്കൊന്നും കാണാൻ പറ്റിയതല്ല. സ്ത്രീകളൊക്കെ കണ്ണടച്ചിരിക്കുമായിരുന്നു. അത് മനഃശക്തി ഇല്ലാത്തവർ കാണാൻ അല്ലല്ല. പക്ഷേ കുറച്ച് പവറൊക്കെ ഉണ്ടായും കണ്ടിരിക്കാൻ നല്ല അടിപൊളി പടമാണ്. എൻ്റെ അമ്മോ, വാട്ട് എ മൂവി ബ്രോ. സത്യം പറഞ്ഞ അടിപൊളി മൂവി ബ്രോ. സൂപ്പർ പടം. മലയാളത്തിൽ ഇങ്ങനെ പടത്തിന് ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി പടം. ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളി. എല്ലാവർക്കും വന്ന് കാണാം. പക്ഷെ ഫാമിലി ആയിട്ട് അത്ര പറ്റത്തില്ല കേട്ടോ. നല്ല ക്രോൾ വീഡിയോസ്. പക്ഷേ അടിപൊളി പടം, സൂപ്പർ പടം. സെക്കൻഡ് ഹാഫിന് ശേഷം പടം വേറെ ലെവലേ, ഭയങ്കരമായിട്ട് അതും അടിപൊളിയാണ് ബ്രോ. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ബോറിംഗ് അല്ല. സത്യം പറഞ്ഞാൽ അടിപൊളി പടം. ഉണ്ണിമൂന്നിന്റെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ എല്ലാവരും അടിപൊളി തന്നെ. അവനും കൊള്ളാം, അവനും അടിപൊളി തന്നെ. എല്ലാവരും പൊളി. എന്റെ അമ്മോ, അത് രക്ഷയില്ല. പൊള്ളിയും പൊളിയല്ല, ഒന്നും പറയാൻ ബ്രോ. അടിപൊളി പടം. പക്ഷെ നല്ല എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ്. അതായത് ഹനീഫ് അദാനി നല്ല രീതിയിൽ പൈസ ഇതിൽ മുടക്കിയിട്ടുണ്ട്. കാരണം അത്രയും എല്ലാ ഫ്രെയിമും ഓരോന്നോരം നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്ന അത്രയും നല്ല സൂപ്പർ ഫ്രെയിമുകളാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഉണ്ണിമോഹന്റെ സ്ക്രീൻ പ്രസൻസ് അടിപൊളി, ഒന്നുമില്ല, രക്ഷയില്ല. ഒരു എക്സ്ട്രീമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ പടം വരുവാണെങ്കിൽ ഇതിന് മേളിൽ നിൽക്കണം, ഇല്ലെങ്കിൽ ഇതൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. കാരണം വെച്ചാൽ ബാക്കിയുള്ള ഒരു വയലൻസ് നമ്മൾ പല ഇപ്പോൾ കില്ല് കണ്ടാണൊക്കെ തന്നെ പല രീതിയിൽ വയലൻസ് കണ്ടിട്ടെന്ന് പറയാം. പക്ഷേ ഇവിടെ കാണുമ്പോഴത്തേക്ക് ഇതാണ് വയലൻസ്. എന്ത് കാണണമെന്നുള്ള ഇവിടെ വന്ന് തിയേറ്റർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലേ അടക്കേണ്ടി വരും. അധികം ലോല മനസ്സിലുള്ള ആൾക്കാരെല്ലാം വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, നല്ല മലയാളത്തിലൊരു വെറൈറ്റി പടമായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയായിരുന്നു. വയലൻസ് പടം നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നതാണ്. അടിപൊളി, നമ്മൾ പ്രതീക്ഷിക്കുന്ന. പക്ഷെ അവസാനത്തെ ഒരു സീന് കുറച്ചും കൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. കുറച്ചും കൂടെ വേണമായിരുന്നു. ഇല്ല അങ്ങനെയൊന്നുമില്ല. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. നല്ല സിനിമയാ. ഒറ്റയ്ക്ക് വന്ന് അതെ എന്നടിക്കായിരുന്നോ ആളിന്ന് ചെയ്യുമ്പോ കണ്ണുപൊത്തിരുന്നു. കൊള്ളാം, നല്ല പടമായിരുന്നു. പിന്നെ വയലൻസ് ആണ് ഭയങ്കരമായിട്ട് ഇതായിട്ടുള്ള. കുറച്ച് സ്റ്റോറി ബേസ് ചെയ്തിരുന്നെങ്കിൽ പടം കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. റിവെഞ്ച് ഫീൽ ചെയ്തേനെ. കുറച്ചുകൂടെ സ്റ്റോറി ബേസ് ഇവിടെ വന്നിട്ട് നല്ല റിവെഞ്ച് ഫീൽ ചെയ്തേനെ. ഓവറോൾ നല്ലൊരു പടമാണ്. ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖൊക്കെ അടിപൊളി. അവരൊക്കെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വയലൻസ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വയലൻസ്. അടിപൊളിയാണ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് കയറുന്നതിന് മുന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഓളത്തിലൊക്കെ പോയി. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ധൈര്യം കൊണ്ട്. അങ്ങനെയൊന്നുമില്ല, സിനിമയല്ലേ.
മാർക്കോ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. എങ്ങനെ പേടിച്ചായിരുന്നു കണ്ടപ്പോൾ? എപ്പോഴെങ്കിലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാമല്ലോ? ഇല്ല അങ്ങനെയല്ല, കൊള്ളായിരുന്നു. എന്തായാലും പൊളി, സൂപ്പർ. വൈബുണ്ട്. മാർക്കോ ആയിരുന്നു അത്. എങ്ങനെയുണ്ട്? കൊള്ളാം ബ്രോ. ഭയങ്കര ഒരു വയലൻസ് പടമാണല്ലോ. ഇപ്പൊ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ വന്നാൽ മോസ്റ്റ് വയലന്റ് മൂവി തന്നെ. അതെ അതെ. ജഗദീഷ് ചേട്ടനൊക്കെ എങ്ങനെയുണ്ട്? പുള്ളി ഇതുവരെ ചെയ്യാത്തൊരു തരം ക്യാരക്ടർ. പുള്ളി ചെയ്യാത്ത തരം ഒരു ക്യാരക്ടർ തന്നെ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഭയങ്കര ഒരു ബ്രൂട്ടൽ മൂവിയാണ്. ആണ്, കുറച്ച് പേടിക്കാൻ. കണ്ണടച്ചൊക്കെ ഇരുന്നായിരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. എങ്ങനെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു നല്ല വയലൻസ് ഉണ്ട്, നല്ല വയലൻസ് ഉണ്ട്. എങ്ങനെ എല്ലാവരും കണ്ണടച്ചൊക്കെ ഇരുന്നാണോ കണ്ടത്? കണ്ടിട്ട് തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ സീൻസ് ഉണ്ടായിരുന്നു. നല്ല സീൻസ് ഉണ്ടായിരുന്നു. ജഗദീഷ് എങ്ങനെയുണ്ട്? ഞെട്ടിച്ചളഞ്ഞായിരുന്നു. അടിപൊളിയായിരുന്നു. താങ്ക് യു. അടിപൊളി, ഒരു ബെഞ്ച് മാർക്ക് മൂവിയാണ്. വയലൻസ് ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നു? അവർ പറഞ്ഞിരുന്നു വയലൻസ് സെക്കൻഡ് ഹാഫ് ആണ്, നായകനെക്കാട്ടിയും വില്ലൻ്റെ വയലൻസ് ആണ്. അപ്പം ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണ്. അടുത്തിരുന്നവരൊക്കെ കണ്ണടച്ചിരുന്നാണോ കണ്ടത്? കണ്ണടച്ചെന്ന് വെച്ചാൽ അതിനുള്ളതുണ്ട്. ഓരോ ആൾക്കാരുടെ എന്താ പറയുക, എങ്ങനെ എടുക്കണമെന്നുള്ളതാണ്. മലയാളികൾക്ക് പൊതുവെ കുറവായിരിക്കും, നമ്മൾ വ്യൂയിങ് എക്സ്പീരിയൻസ് പോലെ ഇരിക്കും. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിൽ കുറേ സീൻസൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ സെക്കൻഡ് ഹാഫിലെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ള കുറേ ബ്രൂട്ടൽ കുറേ സംഭവങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ജഗദീഷ് ചേട്ടനുണ്ട്, ഒരുപാട് അടിപൊളി, എല്ലാവരും അടിപൊളിയാണ്. ഉണ്ണിയുടെ എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ണിമുകുന്ദൻ അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ലൈക്ക് അവർ പറഞ്ഞ പോലെ തന്നെ, വേറെ എന്താണോ അവർ പറഞ്ഞത് തന്നെ. മലയാളത്തിൽ പുതിയൊരു എക്സ്പീരിയൻസ് നമുക്ക് ഈ കന്നഡ സിനിമയിലൊക്കെ കാണുമ്പോഴും ആ ഒരു ഇതില്ല. അതുപോലെ തന്നെ അവർ നമ്മൾ ഈ ഫിലിം ലോജിക്ക് അതൊക്കെ നോക്കിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. ബട്ട് ബ്രൂട്ടൽ എന്ന് പറഞ്ഞ് അന്ന് കണ്ട കലിപ്പ് സിനിമ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യാം. അത്ര വയലൻസ് അതാ പറഞ്ഞത്. മലയാളത്തിൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വന്നിട്ടില്ല, അറിയില്ലെന്നല്ല, വന്നിട്ടില്ല. കൊള്ളാം. ഉണ്ണിമുകുന്ദൻ്റെ ട്രൈയും ബോഡിയും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. മാസം ഉണ്ടായിരുന്ന നല്ല ബൾക്കി ആയിരുന്ന ഉണ്ണിമുകുന്ദൻ കട്ട് ചെയ്ത് മാസാക്കി നല്ല രസമുണ്ട്. കൊള്ളാം, നല്ല മൂവി. എല്ലാവരും ജഗദീഷ് ആയാലും പുതിയ പുതുമുഖമല്ലേ, പുതുമുഖം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ഇതാണ് കൊച്ചുമോനൊക്കെ നമ്മൾ പറയുമ്പോഴല്ലേ അറിയുന്നത്. അപ്പോൾ ന്യൂ പ്രേക്ഷകന് അത് എന്നൊന്നും അറിയില്ല. എല്ലാവരും അതാ പറഞ്ഞ നമ്മൾ ആ സീന് പറയുമ്പോഴത്തേനും പുതുതായിട്ട് വന്ന് കാണുന്നവർക്ക് ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് ആ സീന് പറയുന്നില്ല, വന്ന് കാണുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. അതാണ് ആ സൗണ്ട് ക്വാളിറ്റിയൊക്കെ നല്ല സൂപ്പറാണ്. മാർക്ക് വേണം കണ്ടേ? എങ്ങനെയുണ്ട്? പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വില്ലൻ എങ്ങനെയുണ്ട്? തകർത്തോ? കൊള്ളാം. എല്ലാം വയലൻസ് എങ്ങനെയുണ്ട്? അഭിപ്രായം പറയാം.